ഇടവിടാതെന്നും വചനം ശ്രവിക്കാം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ഹെബ്രായ ലേഖനം 12:2. അവിടുന്ന് തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. നിന്റെ ദൈവം എൻ്റെ ദൈവം ചെയ്ത ഭൂമിയിലെ 3 കാര്യങ്ങൾ. തനിക്ക് ആസ്വദിക്കാമായിരുന്ന സന്തോഷത്തെ അവിടുന്ന് വേണ്ട എന്ന് വെച്ചു. അപമാനം, ചങ്ക് തുളയ്ക്കുന്ന അപമാനം വകവെച്ചില്ല. കുരിശിനെ ക്ഷമയോടെ സ്വീകരിച്ചു. അതിന്റെ ഫലമായി ബൈബിൾ പറയുകയാണ്, ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് അവൻ ഉപവിഷ്ടനാവുകയും ചെയ്തു. സഹോദര, നിനക്കൊരു സിംഹാസനം കൊതിയുണ്ട്, ദൈവത്തിന്റെ വലം ഭാഗം മോഹമുണ്ട്. നീ 3 കാര്യം ചെയ്യ്. ചില സന്തോഷങ്ങൾ കയ്യിൽ ഇങ്ങനെ ആപ്പിള് പോലെ വന്നു വീഴുന്ന ചില സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള ഒരു വാശി, നിലയ്ക്കാതെ പെയ്യുന്ന മഴ പോലെ സഹോദരങ്ങളും സുഹൃത്തുക്കളും നമ്മുടെ മേലെ ചൊരിയുന്ന അപമാനം വകവയ്ക്കാതിരിക്കാനുള്ള ആത്മതന്റെ ഇടം, കുരിശിനെ ക്ഷമയോടെ സ്വീകരിക്കാനുള്ള മനക്കരുത്ത്, ഇത് 3 ചേർന്നാൽ ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗം നിനക്കുള്ളതാണ്. ആമേൻ, ആമേൻ, ആമേൻ.